ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. വേറെ ഒന്നുമല്ലായിരുന്നു, വീട്ടിൽ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ചെയ്യാതിരുന്നായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. എൻ്റെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഫുൾ മഞ്ഞൊക്കെ മൂടിയിട്ട് മഴ പോയി മഞ്ഞൊക്കെ വന്ന് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ രാവിലെ തന്നെ ഇതാ വിളക്ക് വയ്ക്കുന്നുണ്ട്. അമ്മ രാവിലെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ വിളക്ക് വയ്ക്കും. അപ്പോൾ അമ്മ ഇതാ അവിടെ കിച്ചണിൽ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെടിയിൽ ഇതാ ഒരു കിളി കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ 2-3 കുട്ടികളൊക്കെ ഉണ്ട്. ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല. അപ്പോൾ ഞാൻ എണീച്ച് വന്ന് ഇതാ ചായയൊക്കെ കുടിക്കുകയാണ്. നിവിക്കുട്ടൻ ഇതാ ഇപ്പോൾ എണീച്ച് വന്നതും പുറത്തിറങ്ങി. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആൾ ഫുൾ ടൈം പുറത്തായിരിക്കും, വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയില്ല. അപ്പോൾ അതിന് ശേഷം നിവിക്കുട്ടനെ എൻ്റെ പുറപ്പെടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നിവിക്കുട്ടനെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ എന്താ പറയുക കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഇതെൻ്റെ കല്യാണത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന സെക്കൻഡ് സാരിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്, കാരണം ഭയങ്കര ഈസിയാണ് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല കളർ കോമ്പിനേഷനുമാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇതാ വണ്ടി കയറാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ വാമീസ് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നിവിക്കുട്ടനും വാമീസും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതാ ഓരോ സാധനങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇതാ ഓഡിറ്റോറിയത്തിൽ എത്തി കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തി. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ അങ്ങനെ, ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആരും കാണലൊന്നുമില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ പരസ്പരം എല്ലാവരും ഇങ്ങനെ കണ്ട് സംസാരിക്കുകയൊക്കെയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ ചടങ്ങിലേക്കൊക്കെ കടന്നു. അപ്പോൾ ഇത് നമ്മളൊരു കുറിപ്പ് വായിക്കും. നമ്മൾ എന്നാണ് മാരേജ് ഫിക്സ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേരും അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുറിപ്പ് വായിക്കും. അതിനുശേഷം താലം കൈമാറും. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇവിടെ എൻഗേജ്മെൻറ്റിനൊക്കെ. നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്നും താലം കൈമാറും, അതുപോലെ അവരുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് നമുക്ക് താലം കൈമാറും. അപ്പോൾ അതിൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ ഈ താലത്തിൽ. അപ്പോൾ ഇതാ നിവിക്കുട്ടൻ കുറച്ച് ചേച്ചിമാരൊക്കെ കിട്ടിയപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് നല്ല സംസാരമാണ്.
ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങി. കാരണം ഇന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകണം. വൈകുന്നേരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ മഴയും ഇടിയൊക്കെ വരുമല്ലോ. ഹലോ, അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ. തരൂരാണ് എത്തിയിട്ടുള്ളത് ഏട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ ഭയങ്കര ടയേർഡായി എല്ലാവരും. കാരണം ഉച്ച നേരത്തുള്ള ഒരു ട്രാവൽ ഭയങ്കര, ഇന്ന് മഴയില്ല, ഭയങ്കര ചൂടുമായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ പോകുന്നു അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ചായ കുടിച്ചിട്ട് ഇന്ന് തന്നെ നമ്മൾ കൊച്ചിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ എന്താ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിമിക്കുട്ടൻ താഴെയുണ്ട്, അതുപോലെ ഏട്ടു ജോലിക്ക് കയറി, ഇന്ന് വർക്കുള്ള ദിവസമാണല്ലോ. ഹലോ, അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട് കൊച്ചിയിൽ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നല്ല മഴയും ഇടിയൊക്കെയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.